ഷിപ്പില് ക്യാപ്റ്റൻ ആവാൻ വേണ്ടിയിട്ട് എന്ത് കോഴ്സ് പഠിക്കണമെന്ന് പലർക്കും ഡൗട്ട് ഉണ്ടാകും. മെർച്ചന്റ് നേവിയിലെ ഡെക്ക് ഓഫീസർ ആകാൻ വേണ്ടിയിട്ട് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള കോഴ്സാണ് DNS, ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ്. ഷിപ്പില് ക്യാപ്റ്റൻ ആവണം എന്നുള്ളത് പലർക്കും ഉള്ളൊരു ആഗ്രഹമായിരിക്കും. പക്ഷെ ഈ ഒരു ക്യാപ്റ്റൻ പൊസിഷനിൽ എത്താൻ വേണ്ടിയിട്ട് ഏത് കോഴ്സാണ് പഠിക്കേണ്ടതെന്നുള്ള ഡൗട്ട് ഒട്ടുമിക്ക എല്ലാവർക്കും ഉണ്ടാകും. ഇത്തരം ഡൗട്ടുകൾക്കുള്ള ക്ലാരിഫിക്കേഷൻ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. മെർച്ചന്റ് നേവിയിലെ ഡെക്ക് ഓഫീസർ ആകാൻ ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് DNS, ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ് എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് DNS കോഴ്സിനെ കുറിച്ചിട്ട് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിയാം. എന്താണ് DNS കോഴ്സ്, എത്രയാണ് ഈ ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടിയുള്ള ഡ്യൂറേഷൻ, എന്തൊക്കെയാണ് എലിജിബിലിറ്റി വരുന്നത്, സാലറി എത്രയായിരിക്കും ജോലി ലഭിച്ചു കഴിഞ്ഞാൽ ലഭിക്കുന്നത്, അതുപോലെ തന്നെ കരിയർ പാത്ത് എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. നമുക്ക് ആദ്യം തന്നെ എന്താണ് DNS എന്ന് നോക്കാം. ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ്. മെർച്ചന്റ് നേവിയിലെ ഡെക്ക് ഓഫീസർ ആകാൻ വേണ്ടിയിട്ട് പഠിക്കുന്ന ഒരു കോഴ്സാണ് DNS എന്ന് പറയുന്നത്. ഡെക്ക് ഡിപ്പാർട്ട്മെന്റിലെ ഹാൻഡിൽ ചെയ്യുന്നത് കാർഗോ ഓപ്പറേഷൻസ്, സേഫ്റ്റി ഓപ്പറേഷൻസ്, ഷിപ്പ് റൂട്ട് പ്ലാനിങ്, ഷിപ്പ് നാവിഗേഷൻ, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഈ ഒരു ഡിപ്പാർട്ട്മെന്റില് ഫ്യൂച്ചറിൽ ക്യാപ്റ്റൻ ആകുവാൻ പോകുന്ന ഡെക്ക് ഓഫീസേഴ്സ് ആണ് ട്രെയിനിങ് എടുക്കുന്നത്. നെക്സ്റ്റ്, ഈ ഒരു DNS കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കാലയളവ് എത്രയാണ്, ഡ്യൂറേഷൻ എത്രയാണെന്നുള്ളത് നോക്കാം. ഇതൊരു 1 year പ്രീ സീ ട്രെയിനിങ് കോഴ്സ് ആണ്. ഇനി കോഴ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നതെന്ന് നോക്കാം. നാവിഗേഷൻ ബേസിക്സ്, ഷിപ്പ് സ്റ്റെബിലിറ്റി, മെറ്ററോളജി, കാർഗോ ഹാൻഡ്ലിംഗ്, മെറൈറ്റൈം സേഫ്റ്റി, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കോഴ്സ് പഠിക്കുന്ന സമയത്ത് അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടാവുന്നത്. കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ കാൻഡിഡേറ്റ്സിന് പിന്നെ ട്രെയിനിങ്ങിന് പോകാൻ സാധിക്കും. ഇനി നമുക്ക് ഈ ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള എലിജിബിലിറ്റി എന്താണെന്ന് നോക്കാം. അങ്ങനെ എല്ലാവർക്കും പോയിട്ട് ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യാൻ സാധിക്കില്ല. +2 സയൻസ് സ്ട്രീം എടുത്തവർക്കാണ് ഈ ഒരു കോഴ്സ് പഠിക്കാൻ സാധിക്കുന്നത്. അതിലും +2യുടെ ആവറേജ് മാർക്ക് നോക്കുന്ന സമയത്ത് PCMന് മിനിമം ഒരു 60% ഉണ്ടായിരിക്കണം. അതുപോലെ ഇംഗ്ലീഷിൽ മിനിമം ഒരു 50% ഉണ്ടായിരിക്കണം. മറക്കണ്ട, മെഡിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടാവാൻ പാടില്ല, ഐസൈറ്റ് ഒക്കെ നോർമൽ ആയിരിക്കണം. DNS കോഴ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ IMU CET എക്സാം ക്വാളിഫൈ ചെയ്തിരിക്കണം. ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി ആണ് ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഈ ഒരു എക്സാമില് വരുന്ന സബ്ജക്ട് എന്ന് പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഇംഗ്ലീഷ്, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് എന്നിവയൊക്കെയാണ്. എക്സാം ക്വാളിഫൈ ചെയ്ത് റാങ്ക് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാരിടൈം ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അണ്ടറിൽ അഡ്മിഷൻ കിട്ടും. DNS കോഴ്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാര്യമാണ് സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു DNS കോഴ്സ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ മസ്റ്റായിട്ടും നിങ്ങളുടെ സ്പോൺസർഷിപ്പ് എക്സാം ക്ലിയർ ചെയ്തിരിക്കണം. എന്താണ് സ്പോൺസർഷിപ്പ് എന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ ഞാൻ ഐക്കാർട്ടിലോ അല്ലെങ്കിൽ എൻ സ്ക്രീനിലോ ഈ ഒരു വീഡിയോയുടെ ലിങ്ക് കൊടുക്കാം. നിങ്ങൾ ഈ ഒരു DNS കോഴ്സ് പഠിക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്കൊരു ഷിപ്പിംഗ് കമ്പനി ജോബ് ഓഫർ ചെയ്യുന്നതിനെയാണ് സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നത്. സോ ഈ ഒരു സ്പോൺസർഷിപ്പ് ഇല്ലാതെയാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ജോലി ലഭിക്കാൻ വേണ്ടിയിട്ട്, പഠനത്തിന് ശേഷം ജോലി ലഭിക്കാൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു കോഴ്സ് ജോയിൻ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ സ്പോൺസർഷിപ്പ് എക്സാം മസ്റ്റ് ആയിട്ടും ക്ലിയർ ചെയ്തിരിക്കണം. ഇനി എല്ലാവരും ആകാംക്ഷയോടെ അറിയാൻ കാത്തിരിക്കുന്ന ഒരു കാര്യമായിരിക്കും ഈ ഒരു DNS കോഴ്സിന്റെ ഫീസ് എന്ന് പറയുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ടിനനുസരിച്ചിട്ട് ഫീസിൽ വേരിയേഷൻ സംഭവിക്കാം. അപ്രോക്സിമേറ്റ്ലി ഒരു 6 to 10 lakh വരെയാണ് ഫീസ് വരുന്നത്. ഞാൻ ഈ പറഞ്ഞതുപോലെ ഇത് ഫിക്സഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് അല്ല, ഇൻസ്റ്റിറ്റ്യൂട്ടിനനുസരിച്ചിട്ട് വേരി ചെയ്യും. ഈ പറഞ്ഞ ഫീസിൽ നിങ്ങളുടെ ട്യൂഷൻ ഫീസ്, ട്രെയിനിങ് ചാർജസ്, ഹോസ്റ്റൽ ഫീസ്, സ്റ്റഡി മെറ്റീരിയൽസിന്റെ എമൗണ്ട്, അതുപോലെ യൂണിഫോം ഫീസ്, ഇതൊക്കെ ഇൻക്ലൂഡഡ് ആയിരിക്കും. മെർച്ചന്റ് നേവി ഫീൽഡിൽ ഫേക്ക് ഏജന്റ്സും സ്കാംസും വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പ്ലേസ്മെന്റ് 100% ഗ്യാരണ്ടി പറഞ്ഞിട്ട് വരുന്ന ആരെയും നിങ്ങൾ വിശ്വസിക്കാൻ പാടില്ല. അതുപോലെ അൺഅപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും പോയിട്ട് കോഴ്സിന് ജോയിൻ ചെയ്യാനും പാടില്ല. DNS കോഴ്സ് ജോയിൻ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ചെയ്തിരിക്കേണ്ട 3 ഇമ്പോർട്ടന്റ് കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് സ്പോൺസർഷിപ്പ് എക്സാം നിങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ടാവണം. സെക്കൻഡ് വണ് കമ്പനിയുടെ സെലക്ഷൻ പ്രോസസ്സ് പാസ്സാവണം. തേർഡ് വൺ ജെന്യുവൻ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കിയിട്ട് വേണം നിങ്ങൾ കോഴ്സിന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. DNS കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഷിപ്പിൽ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ഡെക്ക് കാഡറ്റ് ആയിട്ടാണ് ജോലി ലഭിക്കുന്നത്. അതിനുശേഷം സീ എക്സ്പീരിയൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊമോഷൻ എക്സാമിന് വേണ്ടിയിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എലിജിബിൾ ആകും. സോ അതിനുശേഷം പ്രൊമോഷനൊക്കെ കിട്ടിയിട്ട് നിങ്ങൾക്ക് 3rd ഓഫീസർ, അവിടെ നിന്നും 2nd ഓഫീസർ, പിന്നെ ചീഫ് ഓഫീസർ, ഫൈനലി നിങ്ങളുടെ ഡ്രീം ജോബ് ആയിട്ടുള്ള ക്യാപ്റ്റൻ ആവാൻ സാധിക്കും. ഇനി നമുക്ക് സാലറിനെ കുറിച്ച് നോക്കിയാലോ. സ്റ്റാർട്ടിംഗ് സാലറി വരുന്നത്, അതായത് ഡെക്ക് കാഡറ്റ് ആയിട്ടുള്ള സമയത്ത് സ്റ്റാർട്ടിംഗ് സാലറി വരുന്നത് ഒരു 25,000 to 50,000 ആണ്.
ഈ പറഞ്ഞ ഒരു എമൗണ്ടും കറക്റ്റ് ആയിട്ട് ഞാൻ ഉറപ്പിച്ച് പറയുന്നതല്ല. കാരണം ഓരോ വെസലിനനുസരിച്ചിട്ട് കമ്പനി അനുസരിച്ചിട്ട് സാലറിയിലും ചേഞ്ചസ് വരാം. പിന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ചിട്ട് പ്രൊമോഷൻ ലഭിക്കുന്നതനുസരിച്ചിട്ട് ഈ സാലറിയിലും ഇൻക്രീസ് ഉണ്ടാവും. സോ DNS കുറിച്ചിട്ട് ഇന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഈ പറഞ്ഞതിൽ കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അതുമല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ID ഞാൻ മെൻഷൻ ചെയ്യാം, അതിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. സോ മെർച്ചന്റ് നേവിയിൽ ജോലിക്ക് കയറണമെന്ന് ആഗ്രഹിച്ചു നിൽക്കുന്ന കുട്ടികൾക്ക്, ആരും ഗൈഡ് ചെയ്യാനില്ലാത്തവർക്ക് എൻ്റെ ചാനൽ ഉപകാരപ്പെടുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. സോ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെയാണെങ്കിൽ മെർച്ചന്റ് നേവി റിലേറ്റഡ് കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ലഭിക്കുന്നതായിരിക്കും. സോ ഇനി ഏതെങ്കിലും ഒരു മെർച്ചന്റ് നേവി ടോപ്പിക്കിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് വീഡിയോ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതും കമന്റ് സെക്ഷനിൽ പറയാവുന്നതാണ്. ഞാൻ ടോപ്പിക്കിനെ കുറിച്ച് വീഡിയോ ചെയ്യാം. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ, താങ്ക് യു.